കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ, ഡൽഹി, ഹരിയാന, UP എന്നിങ്ങനെ 4 സംസ്ഥാനങ്ങളിലായി 13 കേന്ദ്രങ്ങളിൽ ED വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയത്. ഈ പരിശോധന ചില ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടനകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതായത് വൻതോതിൽ വിദേശത്തു നിന്നടക്കം പണം സ്വീകരിക്കുകയും അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തു എന്നതാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ചെയ്ത വലിയ ഗൂഢാലോചന. പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിലൂടെ, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലൂടെ ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരാണ് വർഷങ്ങളായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ളത്. നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് മുൻകാലങ്ങളിൽ ഭരിച്ച പശ്ചിമ ബംഗാളിലെ സർക്കാരുകൾക്ക് ഉണ്ടായിരുന്നത്. പശ്ചിമ ബംഗാൾ ഏതാണ്ട് 30-34 കൊല്ലം ഭരിച്ച CPM സർക്കാരാകട്ടെ, അതിനുശേഷം 15 കൊല്ലം ഭരിച്ച തൃണമൂൽ കോൺഗ്രസിൻ്റെ സർക്കാരാകട്ടെ, ഇവരെല്ലാം ഈ നുഴഞ്ഞുകയറ്റവും അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റവും പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകൾക്കൊപ്പമായിരുന്നു. അത്തരം സംഘടനകൾ എങ്ങനെയാണ് ഈ ആൾക്കാരെ മുഴുവൻ ബംഗ്ലാദേശിൽ നിന്നും നേരെ പശ്ചിമ ബംഗാളിലും അതുപോലെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കൊണ്ടുവന്ന് പാർപ്പിച്ചത് എന്നതാണ് ഈ കേസ് പറയുന്നത്. അതായത് അവിടെ നിന്നും അതിർത്തി കടന്നു വരുന്നവർക്ക് എല്ലാവിധ പിന്തുണയും ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഈ പറയുന്ന സംഘടനകൾ നൽകും. അതിനുശേഷം അവിടെ നിന്നും അനധികൃതമായി നുഴഞ്ഞുകയറിയ അനധികൃത ബംഗ്ലാദേശികളെയും രോഹിംഗ്യകളെയുമെല്ലാം ഇത്തരത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ താമസിപ്പിക്കും. അതിനുശേഷം ഇന്ത്യയുടെ ആധാർ കാർഡ്, വോട്ടർ ID, റേഷൻ കാർഡ് മുതലായവയുടെ ചില പകർപ്പുകൾ, വ്യാജ പകർപ്പുകൾ ഉണ്ടാക്കി അവർക്ക് നൽകും. ഈ രേഖകളുമായി അവർ ഇങ്ങനെ യാത്ര ചെയ്യുകയും തൊഴിലെടുക്കുകയും ചെയ്യും. ഇതാണ് അനധികൃത കുടിയേറ്റമായി വർഷങ്ങളായി നടന്നു വന്നിരുന്നത്. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ട്. കാരണം ഇവരൊരു വോട്ട് ബാങ്കായി മാറും. 5 വർഷത്തിനുള്ളിൽ നല്ലൊരു ശതമാനം വോട്ട് ബാങ്കായി ഇവരെ പിന്തുണച്ചാൽ ആ പാർട്ടിക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് കൂട്ടുനിന്നു. എന്നാൽ ഈ പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനകൾ FCRA രജിസ്ട്രേഷൻ എടുക്കുകയും അതുവഴി വിദേശത്ത് നിന്നും കോടിക്കണക്കിന് രൂപ ഈ സംഭാവനയായി സ്വീകരിക്കുകയും ഈ സംഭാവന ഉപയോഗിച്ചുകൊണ്ട് അനധികൃത നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അനധികൃതമായി രാജ്യത്തിൻ്റെ അതിർത്തി വഴി രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറുന്ന ആളുകൾക്ക് സ്ഥിര വരുമാനം ഉണ്ടാക്കി കൊടുക്കുക, സാമ്പത്തിക സഹായം നൽകുക, ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. നുഴഞ്ഞു കയറുന്ന അനധികൃത ബംഗ്ലാദേശികൾക്കും അതുപോലെ തന്നെ രോഹിംഗ്യകൾക്കും റിക്ഷ വാങ്ങിക്കൊടുക്കുക, ചെറിയ ചെറിയ തട്ടുകടകൾ നടത്താനുള്ള സംവിധാനങ്ങൾ നൽകുക, കാർഷിക വൃത്തിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുക, ഇങ്ങനെയുള്ള പലതരത്തിലുമുള്ള സഹായം നൽകി അവർക്ക് ആവശ്യമായ മന്ത്ലി റേഷൻ നൽകുക, പെൻഷൻ നൽകുക, ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ വിദേശ സംഭാവന ഉപയോഗിച്ച് നൽകും. ഇങ്ങനെ അവർ സ്ഥിരമായി ഈ പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനത്തിൻ്റെ ഗ്രാമങ്ങളിൽ താമസിക്കുകയും അവർ അവിടെ പതിയെ പതിയെ സ്ഥിരതാമസമാക്കുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കുകയും ചെയ്യും. അതിനുശേഷം അവർ വീണ്ടും ബംഗ്ലാദേശിൽ നിന്നും ആളുകളെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരും. ഇങ്ങനെ ഇത്തരത്തിൽ ഗ്രാമങ്ങളിൽ താമസിപ്പിക്കുകയും ചെയ്യും. ഇത് നടത്തുന്നത് അതിർത്തി പ്രദേശങ്ങളിലെ ജനസംഖ്യയിൽ വലിയ മാറ്റം വരുത്താനാണ്. നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെല്ലാം സ്വാഭാവികമായ ഒരു ജനസംഖ്യാ ഘടനയുണ്ട്. ആ ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇങ്ങനെ ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്താനാണ് ആയിരക്കണക്കിന് കോടി രൂപ ഇത്തരത്തിൽ FCRA അക്കൗണ്ടുകൾ വഴി ഇന്ത്യയിലേക്ക് സംഭാവനയായി ഒഴുകിയിരുന്നത്. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് സ്ഥാപിക്കുക. ആ ഗ്രേറ്റർ ബംഗ്ലാദേശിലൂടെ ചൈനയ്ക്കും പാകിസ്ഥാനും, എന്തിനേറെ പറയുന്നു അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഒരു വലിയ ഭൂപ്രദേശം ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റി സൃഷ്ടിക്കുക എന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നിരുന്നത്. വർഷങ്ങളോളം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നാണ് ഈ കേസ് തെളിയിക്കുന്നത്. ഇത് ഉത്തർപ്രദേശിലെ ഭീകരവിരുദ്ധ വിഭാഗം ATS ഇപ്പോൾ 2024 രജിസ്റ്റർ ചെയ്ത ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ED ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം നടന്നത്. ആ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെയും അതുപോലെ തന്നെ രോഹിംഗ്യകളെയും സഹായിക്കുവാനാണ് FCRA ഫണ്ട് വഴി വിദേശ സംഭാവന ഈ അക്കൗണ്ടുകളിലൂടെ ഒഴുകിയത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിനെ തുടർന്നാണ് വിശദമായ പരിശോധനകൾ 13 കേന്ദ്രങ്ങളിൽ നടന്നത്. ഈ സംഘടനകൾ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയായിരുന്നു. രാജ്യവിരുദ്ധമായി നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാ ഘടന
മാറ്റി എഴുതുന്നതിന് വേണ്ടിയുള്ള നിഗൂഢ പ്രവർത്തനം നടത്തുകയായിരുന്നു. അതിനുവേണ്ടി ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ രോഹിംഗ്യകളെയുമെല്ലാം രാജ്യത്തിനകത്ത് കൊണ്ടുവന്ന് അവർക്ക് സ്ഥിരവരുമാനം ഉണ്ടാക്കിക്കൊടുത്ത് അവരെ ഇവിടുത്തെ പൗരന്മാരാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഈ സംഘടനകൾ ചെയ്തിരുന്നത്. ഇന്ത്യക്കാരാണ് എന്ന് പിൽക്കാലത്ത് വരുത്തി തീർക്കാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിൽ ഗ്രേറ്റർ ബംഗ്ലാദേശ് സ്ഥാപിക്കാൻ സമയമായി എന്ന് തോന്നുമ്പോൾ ഈ പ്രദേശത്തെ ഭൂരിഭാഗം ജനതയും ആ ഗ്രേറ്റർ ബംഗ്ലാദേശിനോടൊപ്പം നിൽക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ജനസംഖ്യയിൽ വലിയ പരിവർത്തനം വരുത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ജനസംഖ്യാ പരിവർത്തനത്തിനായിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങളെ കേന്ദ്ര സർക്കാർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ജനസംഖ്യാ ഘടനയിൽ വരുത്തുന്ന മാറ്റത്തിന് എതിരെ പല തരത്തിലുള്ള നടപടിക്രമങ്ങളും കേന്ദ്ര സർക്കാർ എടുത്തു. ഏറ്റവും ഒടുവിലായി നടന്ന SIR വരെ ഇതിനെതിരായിട്ടുള്ള നടപടികളായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതായത് അനധികൃതമായി വോട്ടർ പട്ടികയിലേക്ക് കടന്നുകൂടിയ ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ, ലക്ഷക്കണക്കിന് വിദേശികൾ, ഇവരെയൊക്കെ പുറന്തള്ളാൻ SIR നടപടിക്രമങ്ങളിലൂടെ സാധിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടത്തിയെങ്കിലും ബീഹാർ, പശ്ചിമ ബംഗാൾ, അതുപോലെ തന്നെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഇവിടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രധാനമായും SIR നടപ്പിലാക്കിയത്. ആ SIRലൂടെ അനധികൃതമായി രാജ്യത്തെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ ബംഗ്ലാദേശികൾ പുറത്തായി. ഇനിയിപ്പോൾ ബംഗ്ലാദേശികൾ വീണ്ടും ഇന്ത്യക്കകത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി പുറത്താക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി വരികയാണ്. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ മാറ്റമുണ്ടായി. ബംഗാളിൽ ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP ബംഗാളിൽ ഭരണം നേടുന്നത്. അങ്ങനെ അധികാരത്തിൽ വന്ന സുവേന്ദു അധികാരി സർക്കാർ അധികാരത്തിൽ വന്ന് ദിവസങ്ങൾക്കകം തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. അനധികൃത കുടിയേറ്റം തടയാനായി അതിർത്തി പ്രദേശങ്ങൾ വേലികെട്ടി സംരക്ഷിക്കുന്നതിന് സ്ഥലം വിട്ടുതരണമെന്ന് സൈന്യം വർഷങ്ങളായി പശ്ചിമ ബംഗാൾ സർക്കാരിനോട് അപേക്ഷിച്ചിരുന്നതാണ്. ആ സർക്കാർ ഇതുവരെയും അതിനനുകൂലമായ തീരുമാനമെടുത്തിരുന്നില്ല. BJP അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കകം കൂടിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ 600 ഏക്കർ ഭൂമി BSFന് കൈമാറാൻ സുവേന്ദു അധികാരി സർക്കാർ ഉത്തരവിട്ടു. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയോടും റവന്യൂ സെക്രട്ടറിയോടും ഈ ഭൂമി സൈന്യത്തിന് കൈമാറുന്നതിനാവശ്യമായ നിയമ നൂലാമാലകൾ മാറ്റി എത്രയും വേഗം കൈമാറാൻ ഉത്തരവിട്ടു. അതിനുശേഷം ഈ വേലിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് അതിർത്തി പ്രദേശത്ത് വേലി കെട്ടുന്ന പരിപാടി അവസാന ഘട്ടത്തിലാണ്. ഈ വേലികെട്ടൽ അവസാനിക്കുന്നതോടുകൂടി അനധികൃത കുടിയേറ്റം നിൽക്കും. മാത്രമല്ല, വർഷങ്ങളായി കുടിയേറി രാജ്യത്തിനകത്ത് അനധികൃതമായി താമസിക്കുന്നവരെ ഇപ്പോഴും ഓരോ ദിവസവും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ നേരെ BSFന് കൈമാറി നാട് കടത്തുകയാണ് സുവേന്ദു അധികാരി സർക്കാർ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 10,000-ലധികം ബംഗ്ലാദേശികളെ കണ്ടുപിടിച്ച് പുറത്താക്കാൻ സുവേന്ദു അധികാരി സർക്കാരിന് സാധിച്ചു.